വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള സോയ ഫ്രൈ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാവും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. സ്റ്റൗവൊക്കെ ഓഫാക്കി ഇടുക. ഈ ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് നമുക്കിതിന് കുതിർത്ത് വയ്ക്കാം. അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റിയെടുക്കാം. ഇതാ അതിൻ്റെ വെള്ളമെല്ലാം ഞാൻ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ അല്പം പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. അതിലെ ഉപ്പും എരിവും ഒക്കെ ഈ സോയ ചങ്ക്സിൻ്റെ അകത്തേക്ക് പിടിക്കുന്ന മാതിരി നമുക്കിതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സോയ ചങ്ക്സിൻ്റെ അകത്തും ഉപ്പും എരിവും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിന് കുറച്ച് കബാബ് മസാല കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കബാബ് മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കബാബ് മസാല ഇല്ലാണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കബാബ് മസാല ഇല്ലെങ്കിൽ ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കോട്ടായിക്കോളൂ. അങ്ങനെയൊക്കെ നമ്മുടെ സോയ ചങ്ക്സ് മസാലയിലൊക്കെ പുരണ്ട് നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് അപ്പം തന്നെ ഇതിനെ പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. സോയ ചങ്ക്സ് അങ്ങനെ എണ്ണയൊന്നും അധികമൊന്നും വലിച്ചൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മളിതിൽ കോൺഫ്ലവറും പിന്നെ കബാബിൻ്റെ മസാലയൊക്കെ ഇട്ട കാരണം നല്ലൊരു കോട്ടിങ്ങോടുകൂടി തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സോയ ഫ്രൈ ആയിട്ട് നമുക്കിത് കഴിക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ടായിട്ടുണ്ടാവും കേട്ടോ. കലകലാന്നൊരു സൗണ്ട് വരും. അപ്പോൾ തന്നെ നമുക്കിതിനെയൊക്കെ അങ്ങ് കോരിയെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ഫ്രൈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല സ്വാദുണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സോയ ഫ്രൈ ആണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കായി വറുത്തെടുത്ത എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. അങ്ങനത്തെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സോയ ചങ്ക്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയല്ലേ സോയ ഫ്രൈ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.